Good morning. Good morning. Good morning. Good morning now. Good morning, Parnal. Good afternoon to everybody. Good afternoon, ma'am. Good afternoon, ma'am. Yes, good Good afternoon. afternoon, ma'am. Good afternoon, ma'am. Good afternoon. ma'am. Good afternoon. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്നോ? Happy. ഹാപ്പിയാണ്. Yes, ma'am. Yes, ma'am. Yes, ma'am. Yes, ma'am. എല്ലാവരും ഒന്ന് വന്നോട്ടെ കേട്ടോ. 5 മിനിറ്റ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടാം. Good afternoon all.
I am your English teacher. My name is Nirmala. And Neetu Arun. Hi, ma'am. And ഇതുകൊണ്ട് കുഞ്ഞുകുട്ടിയാണോന്ന് ആ കുഞ്ഞുകുട്ടിയുണ്ട്. എത്രയായി? എന്താണ് മാഡം? വായിക്കാടി മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ചെയ്തോ. ആശ. ഹലോ മാം. ആ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം, അങ്ങനെ പോകുന്നു മാം. സുഖമായിട്ടൊക്കെ പോണു അല്ലേ? ആശ എവിടെ ജോലി ചെയ്യുന്നേ? മാം ഞാൻ ജോലിയല്ല, ഞാൻ ഇപ്പൊ ടാലി പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ടാലി പഠിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? പ്ലേസ് വന്നിട്ട് പാലക്കാടാണ്. പാലക്കാടാണ്. എന്താ കഴിഞ്ഞത്? ഞാൻ ബികോം കഴിഞ്ഞു, ബാങ്ക് കോച്ചിങ് ചെയ്തിരുന്നു. ഇപ്പൊ ടാലി MS കൂടി ചെയ്തു. MS കഴിഞ്ഞു, ഇപ്പൊ ടാലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാം. ബാങ്ക് കോച്ചിങ്ങിൽ എന്താ IBPS ഒന്നിലും വന്നില്ലേ? ഇല്ല മാം. SSC ആയിരുന്നു കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നത് ചെയ്യാനായിട്ട്. അതൊരു 3 എണ്ണം അറ്റൻഡ് ചെയ്തു. ഫസ്റ്റ് ടയർ ഒന്ന് കിട്ടിയായിരുന്നു, സെക്കൻഡ് ടയർ പോയി. ട്രൈ ചെയ്യൂ കേട്ടോ. എല്ലപ്പുണ്ടാവും. എന്താ ചിത്ര പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ചിത്രയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഹൗസ് വൈഫ് ആണ്, +2 പാസ്. പിന്നെ ഒരു മിനിറ്റ് കേട്ടോ ചിത്ര. ഓക്കെ. പറഞ്ഞോളൂ ചിത്ര. ഹൗസ് വൈഫ് ആണ്, 3 കുട്ടികള്. പിന്നെ +2 പാസ്, ഡിഗ്രി ഫെയിലാണ്. പിന്നെ ഡിഗ്രി BA ഇംഗ്ലീഷ്. എന്നിട്ട് എന്താ തുടരാതെ പോയത്? എന്നിട്ട് എന്താ പേപ്പേഴ്സ് ചെയ്തെടുക്കാതിരുന്നേ? പിന്നെ അപ്പോഴേക്കും കുട്ടികളൊക്കെ ആയപ്പോ പിന്നെ ഏത് പേപ്പറാ പോയേ? ഏത് പേപ്പറാ കിട്ടാതെ പോയത്? മെയിൻ പേപ്പറാണ്. കഴിഞ്ഞിട്ട് കുറെ വർഷമായി. ഇപ്പോ എഴുതിയെടുക്കാലോ. എഴുതിയെടുക്കണം. ഒക്കെപ്പാടെ അപ്പോഴേക്കും കുട്ടികളുടെ പഠിത്തം ഒക്കെപ്പാടെ ഇപ്പൊ ഒന്നാണ് ബാക്കിലിട്ടു. അതൊക്കെ ഉണ്ടാവും, ജീവിതമല്ലേ. ജീവിതത്തില് ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും. അതൊക്കെ മറികടന്ന് ഇപ്പൊ അവരൊക്കെ വലിയ കുട്ടികൾ. ഒരാൾ +2, ഒരാൾ 10ാം ക്ലാസ്, 10th ആണ്. സബ് ഏതായിരുന്നു? ഇംഗ്ലീഷില് ഡിഗ്രിയോ? ഇല്ല, സബ് BA ഇംഗ്ലീഷില് ഏതാ പഠിച്ച ഓപ്ഷൻ? ഇല്ല. എന്താണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നോ? മോഡ്യൂൾ ഒന്നും ഉണ്ടായില്ല ഓപ്ഷൻസ്. ഓക്കെ. അമേരിക്കൻ ലിറ്ററേച്ചറോ, ഇന്ത്യൻ ലിറ്ററേച്ചറോ, യൂറോപ്യൻ ലിറ്ററേച്ചർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ ചോദിച്ചത് ലിറ്ററേച്ചർ ആണോ? ലിറ്ററേച്ചറിൽ ഏതായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. മോഡ്യൂൾ അമേരിക്കൻ ആണോ? അമേരിക്കൻ ലിറ്ററേച്ചർ. അമേരിക്കൻ ലിറ്ററേച്ചർ ആണ്. അമേരിക്കൻ ലിറ്ററേച്ചർ ആണ് അല്ലേ? അതെ. അപ്പൊ കണ്ടംപററി ഒക്കെ ആയിരിക്കും പോയേക്കണേ അല്ലെ? ട്രഡീഷണൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പേപ്പേഴ്സ് ആയിരിക്കും പോയേക്കണേ. അതെ അതെ അതെ. അപ്പൊ പിന്നെ കോൺടെക്സ്റ്റ് കിട്ടിയോ? ഇല്ല. ട്രൈ ചെയ്യൂ, എടുക്കാൻ പറ്റും കേട്ടോ. ഇവരുണ്ടല്ലോ, ഒരുപാട് കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. യൂണിവേഴ്സിറ്റി അതുപോലുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ പോവുക, ചെയ്യുക, തുടരുക കേട്ടോ. ആയിക്കോട്ടെ. അടുത്തത് ഗായത്രി.
ഗായത്രി. ഗായത്രി മാസിക. പേരെന്ന് പറഞ്ഞേ? മാഷിത. ആ പറഞ്ഞോളൂ. പേരെന്താ ശരിക്കും? എന്താ പേര്? മാഷിത. ആ മാഷിത. എന്താ മീനിങ്? വല്ല അർത്ഥം വല്ലതുണ്ടോ അതിന്? മാഷിത അതബുള്ളവൾ എന്നാണ് മീനിങ്. ആ അത് ശരി. ഓക്കെ, പറഞ്ഞോളൂ. മാഷിതയുടെ വിശേഷങ്ങൾ എവിടെയാണ്? എന്റെ വീട് കോഴിക്കോടാണ്. ഞാന് ഡിപ്ലോമ ഇൻ ഫാർമസി അസിസ്റ്റന്റ് കോഴ്സ് ആയിരുന്നു പഠിച്ചത്. പിന്നെ നമ്മുടെ ഇവിടെ ചെറുവണ്ണൂർ കോയാസ് ഹോസ്പിറ്റലില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നു. പിന്നെ ഇപ്പൊ 7 മാസമുള്ള ഒരു മോനുണ്ട്. ഇപ്പൊ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത് പഠിക്കാൻ തോന്നിയത്? ഇത് നല്ലൊരു കോഴ്സാണെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ട് ചേർന്നതാണ്. നല്ലൊരു കോഴ്സാണ്. മെയിനായിട്ട് ഒരു ഉദ്ദേശം ഇല്ലേ ഇതിന്? വർക്ക് ചെയ്യണമെന്നുണ്ട്. വർക്ക് ചെയ്യണമെന്നുണ്ട്. ജോലി വേണം അല്ലേ? ജോലി കിട്ടണം. ഓക്കെ ഓക്കെ മാം. ഓക്കെ. പാർവതി. പാർവതി. യെസ് മാം. ആ പാർവതിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കേട്ടെ. ഞാൻ ഇടുക്കിന്നാണ്. ഞാൻ ഈ ഇയർ 12th കഴിഞ്ഞാണ്. ബയോളജി സയൻസ് ആയിരുന്നു. ഞാൻ നഴ്സിംഗ് ആണ് നോക്കുന്നത്. പിന്നെ ഈ അത്യാവശ്യം ടൈം ഉണ്ടല്ലോ, അപ്പം ഈ ടൈമിൽ ഞാൻ ഈ കോഴ്സ് പഠിക്കാന്ന് ഓർത്തു. ഫാമിലി ഒക്കെ? എന്തോ? ഫാമിലി? അച്ഛൻ, അമ്മ, പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ട്. ബ്രദർ ഫാർമഡി പഠിക്കുന്നു. PCP പുഷ്പഗിരി കോളേജ് ഓഫ് ഫാർമസി തിരുവല്ലയില്. അല്ലെ ചടപടയാണ് അല്ലേ പാർവതി? അല്ല, പാർവതി ചടപട പോലെയാണ് അല്ലേ? ഓക്കെ. എനർജറ്റിക്. പാർവതി പി. ഇല്ല. പാർവതി. മേരി. മേരി ഷാജാൻ. യെസ് മാം. ആ പറഞ്ഞോളൂ. എന്തൊക്കെയുണ്ട് അവിടെയൊക്കെ വിശേഷങ്ങള്? എവിടെയാ സ്ഥലം? എന്റെ പേര് ആൻമേരി. വീട് അങ്കമാലി. പിന്നെ ഞാൻ 12th കഴിഞ്ഞു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു. എക്സാം എഴുതാൻ അടുത്ത ആഴ്ച ഡേറ്റ് എടുത്തേക്കണു. ജർമ്മൻ ലാംഗ്വേജില് സംസാരിക്കാൻ പറ്റുമോ ഞങ്ങളോട്? ഞങ്ങൾക്ക് സുഖമാണോന്നൊന്ന് ചോദിച്ചു ജർമ്മൻ ലാംഗ്വേജില്. വി ഗേറ്റ്സ് ഡിയർ. എന്താണ്? വി ഗേറ്റ്സ് ഡിയർ. ഓ ഓക്കെ. ഞങ്ങൾക്ക് മനസ്സിലാവണില്ല എന്നാലും അല്ലേ? ചോദിച്ചതാ. ഓക്കെ. അവിടെ ജർമ്മനിയെ കണ്ടിട്ട് വരണം കേട്ടോ. പിന്നെ മുല്ല മുത്തുവ. പറയൂ. മുല്ല. ഹലോ മാം. പറഞ്ഞോളൂ. പേരെന്താണ്? ജന്നത്തുൽ ഫൗസിയ. എന്താ ഇങ്ങനെ ഇട്ടേക്കണ? മുല്ല മുത്തു ആരാ? അത്
ഇതാണ് ഏ? ഇമെയിൽ അത് ശരി. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരിക്കും പേരെന്താന്ന് പറഞ്ഞേ? ജന്നത്തിൽ ഫൗസിയ. ജന്നത്തിൽ. ഉം. പറഞ്ഞോളൂ ഫൗസിയ. ഞാൻ മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഹൗസ് വൈഫ്. 12th കഴിഞ്ഞാണ്. +2 കൊമേഴ്സ് ആയിരുന്നു. 2 കുട്ടികളുണ്ട്. ഫാമിലി അല്ലേ? ആ ഇനിയിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ കിട്ടട്ടെ. ഓക്കെ. കോമേഴ്സായിട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഇതിലേക്ക് വന്നതെന്ന് നോക്കണം അല്ലേ? സാരില്ല, നമുക്ക് പലവിടെ കോഴ്സുകളൊക്കെ പഠിക്കേണ്ടി വരും അല്ലേ? അറിയണം അല്ലേ? ഒക്കെ അറിയണം. ഒക്കെ അറിയണം എന്നാലാണ് അല്ലേ? കോമേഴ്സ് മാത്രമായിട്ട് കാര്യമില്ല അല്ലേ? ഇല്ല ഇല്ല, നല്ലൊരു കോഴ്സാണ് തോന്നി, അപ്പൊ ചേർന്നു. ജോബൊക്കെ തോന്നി തുടങ്ങി. ജോബ് വേണമെന്ന് തോന്നി തുടങ്ങിയപ്പോഴാണ് ഇങ്ങനൊരു കോഴ്സ് അല്ലേ തിരഞ്ഞെടുക്കുന്നത്? ജോലി കിട്ടാനുള്ള അല്ലെ ചാൻസ് ഉള്ള ഒരു കോഴ്സ്. വെരി ഗുഡ്, നന്നായി. അധികം വൈകാതെ തന്നെ തോന്നിയല്ലോ. ഞാൻ ഓരോരുത്തരെ പരിചയപ്പെടും കേട്ടോ. കേട്ടില്ലേ? ഞാൻ ഓരോരുത്തരെ ഓരോരുത്തരെയും ഞാൻ എന്ത് ചെയ്യും, പരിചയപ്പെടും. അതിപ്പോ ഞാനിപ്പോ ഒരാൾ 2-3 പേരെ പരിചയപ്പെട്ടുള്ളൂ എന്ന് വിചാരിച്ച് ഗുഡ് ആഫ്റ്റർനൂൺ. സഫീല ഗുഡ് ആഫ്റ്റർനൂൺ. അഞ്ജന ഗുഡ് ആഫ്റ്റർനൂൺ. പരിചയപ്പെട്ടുള്ളല്ലോ എന്നോർത്ത് ആരും സങ്കടപ്പെടണ്ട. നമ്മൾ ഇനിയും ക്ലാസ്സുകളുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കും. പിന്നെ എന്റെ ഒരു സജഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും എന്ത് ചെയ്യണം, ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, മ്യൂട്ട് ചെയ്യുക. അവരവരുടെ മൈക്രോഫോൺ മ്യൂട്ട് ചെയ്യുക. ഞാൻ എന്തായാലും നിങ്ങളോട് ഈ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ കുട്ടികളോടും തന്നെ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. ഓരോരുത്തരുടെ പേര് വിളിച്ച് ഞാൻ ചോദിക്കും. അപ്പോ എന്ത് ചെയ്യാ, എന്നോട് മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, അൺമ്യൂട്ട് ചെയ്തതിന് ശേഷം റെസ്പോണ്ട് ചെയ്യാമെന്ന്. എന്റെ പേര് നിർമ്മല. രേഷ്മ. എന്റെ പേര് നിർമ്മല കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം. നിങ്ങൾ തരുന്ന റെസ്പോണ്ട് അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സുകൾക്ക് എന്താണ് ഒരു ഊർജ്ജം ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു എനർജറ്റിക് ആയെന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എത്രത്തോളം ഗ്രാസ്പ് ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയാൻ പറ്റുന്നത് നിങ്ങളുടെ റെസ്പോണ്ടിലൂടെ മാത്രമേ എനിക്കത് പറ്റുള്ളൂ. ഞാനിവിടെ ഇരിക്കുന്നു, നിങ്ങൾ മറ്റൊരിടത്ത് ക്ലാസ് കാണുന്നു, ഓക്കെ, കാണുന്നു. അപ്പൊ നമ്മൾക്ക് നമ്മൾ നേരിട്ട് കാണാൻ പറ്റാത്ത നമ്മൾ മെസ്സേജസിലൂടെയോ അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്തുകൊണ്ട് എന്നോട് റെസ്പോണ്ട് ചെയ്യുന്നതനുസരിച്ചൊക്കെയാണ് എനിക്കതിന് മറുപടി തരാനായിട്ട് പറ്റുള്ളൂ. ഇനി അഥവാ ക്ലാസ് എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് മടിക്കണ്ട. കാരണം ആ മടി പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ബാധിക്കും. നമ്മള് പുറകിലേക്ക് വരും അല്ലെ, ഞാൻ തെറ്റാണോ പറയണത്, ഞാൻ പറഞ്ഞ തെറ്റിപ്പോകോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മാറിപ്പോകും. അപ്പൊ അങ്ങനെ മാറിപ്പോകുമ്പോ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്ക് ചിലപ്പോ ഞാൻ കുറെ ചാപ്റ്റർ ചിലപ്പോൾ എടുത്ത് പോയിട്ടുണ്ടാവും. ആദ്യം എടുത്തതിന്റെ കൺഫ്യൂഷൻ തന്നെ പിന്നെ വരുന്നതല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ആദ്യം എടുത്തതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാൻ മടി കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ മനസ്സിലായില്ല ടീച്ചറേന്ന് ഒന്ന് നിങ്ങൾ പറയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാതെ ആ പോർഷൻസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പോ ആദ്യമുള്ളത് പിന്നീടുള്ളതൊക്കെ മനസ്സിലാകാതെ പോകും. അതുകൊണ്ട്
നിങ്ങൾക്ക് അത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഡം എനിക്കൊരു സംശയമുണ്ട്, എനിക്കത് ക്ലിയർ ആക്കി തന്നെന്ന് പറഞ്ഞാല് ഐ ആം റെഡി ടു സോൾവ് ദാറ്റ്, സോൾവ് യുവർ ഡൗട്ട്സ്. അപ്പോ അങ്ങനെ ആയിരിക്കുക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ ഓക്കെ, ആരും എല്ലാവരും അവരവരുടെ എക്സ്പ്രഷൻസ് ഇമോജിയിലൂടെ നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യും. ഇമോജിയിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ എക്സ്പ്രസ് ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ക്ലാസ് എടുക്കുന്നതിനൊപ്പം ക്ലാസ് എടുക്കുന്നതിനോടൊപ്പം തന്നെ യു ക്യാൻ റൈറ്റ്, യു ക്യാൻ പ്രിപ്പയർ എ നോട്ട്, എ റഫ് നോട്ട് to convince, to understand what I am studying in that case. ആ ദിവസങ്ങളിൽ ഞാൻ എന്തൊക്കെയാണ് പഠിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലെ, നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാം, യു ക്യാൻ റൈറ്റ് ഇറ്റ് റഫ്. റഫായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് എപ്പോ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാകും, ഇതാ ടീച്ചർ എടുത്ത പോർഷൻ ഇതാണ്, ഇന്നത്തെ പോർഷൻ ഇതാണ്. അപ്പൊ 2 പ്രാവശ്യം അല്ലെങ്കിൽ ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് വായിച്ചു നോക്കി റഫറൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും അത് നിങ്ങൾക്ക് കിട്ടും. ഞാൻ നോട്ട് തരും, അത് വേറൊരു ഇതില് ഞാൻ ഇതായിട്ട് നോട്ട് തന്നിരിക്കാം. പക്ഷേ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു റഫ് നോട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ. ഓക്കെ അല്ലെ. അപ്പൊ എല്ലാവരും ക്ലാസ് കേൾക്കാൻ റെഡിയാണല്ലോ? റെഡിയാണ് എല്ലാവരും? ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മാം ലേറ്റായാണ് കേറിയേ, ഇപ്പൊ കേറിയോള്ളേ. ഓക്കെ, ആരാണ്? റംല. റംല. ഓക്കെ. റംല എവിടെന്നാ? തൊടുപുഴ. തൊടുപുഴ. അതെ അതെ. റംല എന്താ പഠിച്ചേ? ഞാൻ ജോവറാണ്. ഞാൻ ബികോം. ബികോം. ഏജ് ഓവർ ആണെങ്കിൽ എത്രയുണ്ട്, പ്രായം എത്രയുണ്ട്? 45. 45. 45 അല്ലേ? സല്ല 45 ആണെങ്കിലും അല്ലേ? ഇൻട്രസ്റ്റ്. മോൻ ന്യൂക്ലിയർ മെഡിസിന് ജോയിൻ ചെയ്താണ്. മെഡിസിനോ? ന്യൂക്ലിയർ മെഡിസിൻ. ക്ലാസ് കഴിഞ്ഞു മോന് ഈ ഇയറില് ജോലി കയറി ഹൈദരാബാദ് ഹോസ്പിറ്റൽ, ഒമേഗ ഹോസ്പിറ്റൽ. മെഡിസിൻസിലപ്പോ എന്താണ് അതിന്റെ ഇത്? മെഡിസിൻ ഇതിനാണോ അവര്? BSc ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജിസ്റ്റ്. അപ്പൊ അതെന്ന് പറയുമ്പോഴ് ഇതാണോ, ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ, മരുന്നിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണോ അവര് ചെയ്യണത്? ഇതറിയോ? അല്ല, പേഷ്യൻസിന്റെ ഡോക്ടറിന്റെ കൂടെ പേഷ്യന്റിനെ നോക്കിയിട്ട് പേഷ്യന്റിന്റെ ബോഡി ചെക്കപ്പ് ചെയ്ത് റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുക്കലാണ് അവന്റെ ജോലി. നാനോ അല്ലല്ലേ? ഓക്കെ 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 ഓക്കെ. ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല് വേറൊന്നുമില്ല, നമ്മള് അന്നന്ന് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക, റഫായിട്ടൊന്ന് നോട്ട് ചെയ്യുക. നോട്ട് ചെയ്യുന്നുണ്ട് ഞാന്. നോട്ട് ചെയ്തേക്കാം, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ്. ഞാൻ നോട്ട് തരും, പിന്നെ ഓരോ ക്ലാസ് എന്ത് ചെയ്യാം, നന്നായിട്ട് റെഫർ ചെയ്യുക. ഓരോ ദിവസം പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോ ഒന്ന് റെഫർ ചെയ്യാനായിട്ട് റെഫർ ചെയ്യുക. വീട്ടമ്മമാരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന വീട്ടമ്മമാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, ഇതൊക്കെ നന്നായിട്ട് അറിയാം അല്ലെ. കാരണം റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകളുണ്ട്, എല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മൾ ഒരു കോഴ്സിലേക്ക് പഠിക്കാൻ വന്നിരിക്കുന്നു എന്നുള്ളതല്ലേ. ഇപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് ആണ് ഇപ്പോ,
ഓക്കെ ഓക്കെ. പ്രായമുണ്ടെങ്കിലും എത്ര എന്നല്ലേ പ്രായ വ്യത്യാസങ്ങളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അല്ലേ ഇവിടെ എല്ലാവരും അല്ലെ 18 മുതല് എന്താണ് 45, 47, 50 കൂടുതലുള്ളവരൊക്കെ ഉണ്ടാവും അല്ലേ? ആയിക്കോട്ടെ. നമ്മളിപ്പോ എത്ര വയസ്സായാലും നമ്മളിപ്പോ സ്റ്റുഡന്റ് ആണെന്നുള്ളത് ഓർക്കുക. ആ റെസ്പോൺസിബിലിറ്റി നമ്മളോട് തന്നെ ഒന്ന് കാണിക്കുക. പൈസ അല്ലേ ഒന്ന് നമ്മളോട് തന്നെ കാണിക്കുക കേട്ടോ. അപ്പോ മാഡം മാമിന്റെ പേര് നിർമ്മല. ഓക്കെ, താങ്ക് യു. അല്ല, ഞാൻ ഒരു നോട്ടില് മിസ്മാരുടെ പേര് എഴുതി വെച്ചാണ് ഒരു നോട്ടിന്. അപ്പോ നന്നായിട്ട് ഇതിന്റെ ക്ലാസ് ഒക്കെ കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കുക. ഓക്കെ. റിപ്പീറ്റ് ചെയ്യണമെങ്കില് ടീച്ചറെ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമല്ലോ. എനിക്ക് മനസ്സിലായില്ല. എല്ലാവർക്കും തന്നെ എല്ലാം മനസ്സിലാവണമെന്നൊന്നുമില്ല അല്ല. നമ്മുടെ മാതൃഭാഷ ഒന്നല്ലല്ലോ ഇംഗ്ലീഷ് എന്ന് പറയണത്. അതെ, മാതൃഭാഷയല്ല. നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് പ്രാക്ടീസിങ് അല്ലെ. നമ്മൾ പ്രാക്ടീസ് ഈ മലയാളം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ഭാഷ നമ്മൾക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷ് അല്ലെ. പുറത്തേക്ക് വരുന്നിടത്തൊക്കെ ചെന്നിട്ട് നല്ല ഇംഗ്ലീഷ് നല്ല അല്ലെ 2 വാക്കുകൾ സംസാരിക്കാതെ. അതെ, നമ്മള് ടച്ചൊന്നും ഇല്ലാതെ വെറുതെ നിക്കണോണ്ട് ഒന്നും പിടിയില്ല. അതൊക്കെ ആയിക്കോളും കേട്ടോ. എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേ നമ്മുടെ ജീവിതത്തില്. അതെ അതെ. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ മറ്റൊരു പിന്നെ കാര്യം, ബ്രദറിന്റെ മോനെ ഒക്കെ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവര് ചെറിയ ക്ലിനിക്കൊക്കെ ഇടാനുള്ള പ്ലാനിങ്ങും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പൊ നമ്മ എന്തെങ്കിലുമൊക്കെ പഠിച്ചിരിക്കാലോ തുടങ്ങാൻ. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുറച്ച് പേരുണ്ട്, കുട്ടികളൊക്കെ, കസിൻസ് കുട്ടികളൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ. അപ്പൊ എല്ലാവരും പറയാം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്തോ അതിപ്പോ ഹാപ്പി ആയിട്ട് നമ്മള് കൊണ്ടുപോകാം. ഓക്കെ കേട്ടോ. പാർവതി പിന്നെ എത്ര പ്രാവശ്യമായി ടീച്ചർ വിളിക്കണത്? എവിടെയായിരുന്നു പാർവതി? ഹലോ, എത്ര പ്രാവശ്യം വിളിച്ചു? എവിടെയായിരുന്നു? അത് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലെന്ന്, ലിങ്ക് കേറാൻ പറ്റുന്നില്ലെന്ന്. പാർവതി പറയണേ എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല. എന്റെ കൂടെ ജോയിൻ ചെയ്ത എന്റെ ഫ്രണ്ടിന് ലിങ്കിലൂടെ കേറാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ഓക്കെ, സാരില്ല. അടുത്ത ക്ലാസ്സിൽ നമുക്കൊന്നുകൂടി പരിചയപ്പെടാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും നോട്ടൊക്കെ എടുത്ത് തയ്യാറാക്കി വെക്കുക. ഞാൻ പറയട്ടെ ശ്രദ്ധിച്ചു കേൾക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? പിന്നെ എന്നോട് ഒരു കോപ്പറേഷൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു എന്താന്ന് വെച്ചാല്, ക്ലാസ് എടുക്കുന്ന സമയത്ത് all of you mute your microphones. എല്ലാവരും നിങ്ങളുടെ മൈക്രോഫോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. You should. എന്റെ ഇതാണിത്. കാരണം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരാള് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കത് ഈ ക്ലാസ് മിസ് ചെയ്യപ്പെടും. അപ്പൊ അത് നിങ്ങളായിട്ട് അത് ഉണ്ടാക്കാനായിട്ട് വരുത്തരുത്. അപ്പോ അതുകൊണ്ട് എല്ലാവരും ഞാൻ എപ്പോഴാണ് പേര് വിളിച്ച് അൺമ്യൂട്ട് ചെയ്യാൻ പറയുന്നുവോ അപ്പൊ അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിന് റെസ്പോണ്ട് ചെയ്യാം. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റിന് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഇനി റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഞാൻ ചോദിക്കുന്നത് മനസ്സിലായോ ഇല്ലേ എന്നിട്ട് എല്ലാവരും കൂടി മനസ്സിലായെന്നൊന്ന് പറയണ്ട. എന്ത് ചെയ്യാം? നമുക്ക് റെസ്പോണ്ട് ത്രൂ ഇമോജീസ് അല്ലെ. ഇമോജീസിലൂടെയോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? You can respond. കേട്ടോ? ഓക്കെ അല്ലേ? അപ്പോ okay, now we are going to study about English grammar. എന്തിനാണ് ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നത്? വല്ല ആവശ്യമുണ്ടോ? വല്ല ആവശ്യമില്ല ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നതിന്? ചാപ്റ്റർ നമ്പർ ഒന്നുമില്ല കേട്ടോ. കുറെ
ആവശ്യമുണ്ട്. Chapter numbers ഒന്നുമില്ല. We are going to study about the basic grammar. And my question is, what is English? What's the full form of English? BA English Harity, come here. Chitra? Yes, ma'am. Can you explain what is English and the full form of English? English. അറിയില്ല എന്ന് പറയാം. ഇല്ല English is a subject. English is a subject. ഗ്രാമർ പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് സംസാരിക്കാനൊക്കെ കഴിയുള്ളൂ. ഇംഗ്ലീഷിൽ സംസാരിക്കാം. നമുക്ക് സംസാരിക്കാം. നമ്മൾ ഗ്രാമർ അറിഞ്ഞിട്ടാണോ മലയാളം സംസാരിക്കുന്നത്? അല്ല, എന്നാലും നമുക്ക് കഴിഞ്ഞതും പാസ്റ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരാൾക്ക് ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റൈറ്റിംഗ് അല്ലെ, എഴുതാനും നല്ലൊരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയാണ് നമ്മള് മലയാളത്തിൽ എന്താണ് ഓരോരോ ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഓരോ ബുക്സ് എടുത്ത് വായിച്ചു വരുമ്പോഴാണ് നമ്മുടെ ഭാഷയിൽ എന്ത് വരുന്നത്, ആ ഒരു അല്ലെ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംസാര ഭാഷയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്ത് വരുന്നത്, മറ്റൊരു ലാംഗ്വേജ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിന് പകരം നല്ലൊരു ഭാഷ, ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ് അല്ലെ, ബെറ്റർ റൈറ്റിംഗ്സ് അല്ലെ, നല്ലൊരു റൈറ്റിംഗ് അല്ലെ, നല്ലൊരു എഴുത്തുകള്, ഇതെല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ഗ്രാമർ പഠിക്കാറ് കേട്ടോ. And my question is Chitra, and you listen here, and my question is, what is the full form of English? Do you know? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയും മാം, മനസ്സിലായില്ല. What is the full form of English? ഇംഗ്ലീഷിന്റെ ഫുൾ ഫോം എന്താണോന്നോ? Language originated from England. Okay. അറിയോ? അല്ല അല്ലെ, ഞാൻ പറഞ്ഞുതരാം, പ്രശ്നമൊക്കെ അറിയില്ല. കുഴപ്പമില്ല, സാരില്ല കേട്ടോ, എല്ലാവർക്കും അറിയാൻ പറ്റണമെന്നൊന്നുമില്ലല്ലോ. ഇറ്റ് ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ഇംഗ്ലണ്ട് എന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം അല്ലെ. അതായത് ഇംഗ്ലണ്ട് നേറ്റീവ്സ്, E for England, and N for natives, and G for general language. G for general language, L for language. G for general, L for language, I for Irish, S for Scottish, and H for Hates. That is England, natives, general, language for Irish, Scottish, and Hates. That is English. ഐറിഷ് കഴിഞ്ഞിട്ട് എസ് എന്നാ മാം? Scottish. ഇംഗ്ലീഷ് SP. SC. സൗണ്ട് ഇല്ല അമീഷ? സ്കോട്ടിഷ് എന്നാണോ? ഞാൻ ആദ്യം മുതൽ പറയൂ മാം. പറയാം. മനസ്സിലായില്ല. ഇംഗ്ലീഷ് നേറ്റീവ്സ്, ജനറൽ ലാംഗ്വേജ്, ഐറിഷ്, സൗണ്ട് പോയി മാം. ഇല്ല, ഞാനിവിടെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ. ആയില്ല. ഇംഗ്ലീഷ് നേറ്റീവ്സ് കേട്ടോ. General language.
കിട്ടിയോ? ഓക്കെ. എന്റെ റൈറ്റ് ചെയ്തത് കാണുന്നില്ല. കാണില്ല? ഇല്ല, എന്താന്നറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ എന്തായാലും ഞാനെന്റെ അടുത്ത ക്ലാസ്സിൽ എന്റെ ഫോൺ ഞാൻ എടുത്തില്ല. ഇത് ഞാൻ എന്തായാലും എഴുതി കാണിക്കാനുള്ള ഇതില് ഞാൻ അടുത്ത ക്ലാസ്സിൽ എന്തായാലും വിഷമിക്കണ്ട. അടുത്ത ക്ലാസ്സിൽ ഞാൻ മാം ഒന്നും കൂടി പറഞ്ഞു തരുമോ? ഫസ്റ്റ് ഇംഗ്ലീഷ്, ഫസ്റ്റ് ഇംഗ്ലീഷ്, സെക്കൻഡ് നേറ്റീവ്സ്, നേറ്റീവ്സ്, ജനറൽ ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ്, SCO, PT, ISH, Scottish, and Hales, HALES. Yes, Hales. Okay, thank you. Okay, എല്ലാവരും. മാം ഒരു ഡൗട്ട്. മാം വൺ മോർ പ്ലീസ് മാം. ജനറൽ ലാംഗ്വേജ് പിന്നെന്താണ്? ലാംഗ്വേജ് ഫോർ ഐറിഷ്, സ്കോട്ടിഷ് അതിലുണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട് ലാംഗ്വേജ് ഹെയിൽസ്. ഓക്കെ. അപ്പോ ഇംഗ്ലീഷ് എന്താണെന്നുള്ളതിന്റെ ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. പലതരത്തിലുള്ള ഫുൾ ഫോമുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്നാ വരും. പക്ഷെ കറക്റ്റ് ആയിട്ടുള്ളത് ഒരു ഇതാണ് ഞാൻ പറഞ്ഞത്. ഇംഗ്ലണ്ട് നേറ്റീവ്സ്, general language for Irish, Scottish and Wales. And what is grammar? ഇംഗ്ലണ്ട് നേറ്റീവ്സ്. ഓ, ഇംഗ്ലണ്ട്. Okay. What is grammar? എന്താണ് ഗ്രാമർ എന്നുള്ളത് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. ഇല്ല എങ്കില് ഞാൻ തന്നെ പറഞ്ഞു തന്നോളാം നിങ്ങൾക്ക്. എന്തായിരിക്കാം ഗ്രാമർ? മലയാളത്തിൽ നമ്മൾ ഗ്രാമർ പഠിക്കാറുണ്ട് അല്ലെ? ഒരുപാട്. എന്താണ് ഗ്രാമറിന്റെ മലയാളം മീനിങ് എന്താ? വ്യാകരണം. വ്യാകരണം അല്ലെ? അപ്പോ മലയാളത്തിന് വ്യാകരണം, നമ്മൾ മലയാളത്തിൽ കവിതകൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് കവിതകൾ പഠിച്ച അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ നിങ്ങൾക്ക്? പഴയതല്ലോ കേട്ടോ. ഇപ്പോ എന്താണ് കവിതകളും പുസ്തകങ്ങളോ അങ്ങനെ ഒന്നും നോക്കാത്ത ഒരുപാട്. essential for effective communication, let people to share ideas and informations. ഓക്കെ അല്ലെ? ശരിയാണ്. ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ് രൂപപ്പെടുത്താനായിട്ട് ഗ്രാമർ നമ്മളെ സഹായിക്കും. ഓക്കെ. അത് റിലേറ്റീവ് പ്രോണൗൺസിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാവും. ഓക്കെ. കൺസ്ട്രക്ട് സെന്റൻസസ്. വെരി ഗുഡ് അക്ഷയ്, വെരി ഗുഡ്. ഓക്കെ അല്ലെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ? ഉപമയെന്നും അല്ലെ? ഇംഗ്ലീഷിൽ സിമിലി എന്നും മെറ്റഫർ എന്നും ഉൾപ്രേക്ഷ എന്നും മലയാളത്തിൽ. ഉൾപ്രേക്ഷ ഇതേപോലെയുള്ള അല്ലെ? നമുക്ക് മലയാളത്തിൽ ഇഷ്ടംപോലെ വൃത്തങ്ങളുണ്ട് കേട്ടോ. കാവലി, കേക, മഞ്ചരി, ഇതേപോലുള്ള ഉൾപ്രേക്ഷ, ഉപമ, ഇതേപോലുള്ള ഒരു അലങ്കാരങ്ങളും വൃത്തങ്ങളും ഒക്കെ നിറഞ്ഞതാണ് നമ്മുടെ കവിതകൾ. ഉള്ളൂരിന്റെ ആയാലും വള്ളത്തോളിന്റെ ആയാലും ആരുടെ കവിതകൾ എടുത്തു നോക്കിയാലും അല്ലെ? വയലാറിന്റെയും വയലോപ്പുഴയുടെയൊക്കെ കവിത എടുത്തു നോക്കിയാലും ഒക്കെ എന്താണ് വൃത്ത ബന്ധിതമായിട്ടുള്ള കവിത. ക്ലിയർ ആകുന്നില്ല റോസ്മേരി? റോസ്മേരി, ആർക്കൊക്കെ ക്ലിയർ ആകുന്നില്ല?
ക്ലിയർ ആകാത്തവരൊന്ന് മാം ഭയങ്കര എക്കോ പോലെ കേൾക്കുന്നു. ഒന്നും മാം പറയുന്നത് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ല. അവിടുത്തെ നെറ്റ്വർക്ക് എനി നെറ്റ്വർക്ക് ഇഷ്യൂസ് നെറ്റ് ഫുള്ളാണ്. ചെയ്താൽ ശരിയാവും. എല്ലാരും മ്യൂട്ട് ചെയ്താല് മാമിന്റെ വോയിസ് ബ്രേക്ക് ആവില്ല. ക്ലിയർ ആണ്, നമുക്ക് ഇവിടെ ക്ലിയർ ആണ്. മാം കുഴപ്പമൊന്നുമില്ലല്ലോ, ക്ലിയർ ആണ് മാം. എന്താ ഫസീല? ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ് മാം, കുഴപ്പമില്ല, എനിക്കും ഓക്കെയാണ്. ക്ലിയർ ആകാത്തവര് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യൂ. അതായത് ഞാൻ പറഞ്ഞത് എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാലാണ് മറ്റുള്ളവർക്ക് എന്താണ് ഈ പറയുന്നത് എന്താണ് കേൾക്കാനും ഒക്കെ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതേപോലെ എന്താണ് സൗണ്ട് ക്ലിയർ ഇല്ലാതെ വരികയും അല്ലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. ഓക്കെ. അപ്പോ നമ്മൾ എന്താണ് മലയാളം ലാംഗ്വേജസിൽ ഒരുപാട് നമ്മൾ എന്താണ് നമ്മൾ ഈ പറയുന്ന ഈ നാമവും സർവനാമവും അല്ലെ ഗദ്യവാക്യങ്ങളും ഒക്കെ നമ്മള് എന്തില് പഠിക്കുന്നുണ്ട്? മലയാളത്തില് പഠിക്കുന്നുണ്ട്. കവിതയായാലും എന്താണ് ഒരു കഥകളായാലും അല്ലെ എന്താണ് നമ്മുടെ പ്രോസിലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടാണ് ബേസിക്കലി തന്നെയാണ് നമ്മളെങ്ങനെ മലയാളം ലാംഗ്വേജസും മലയാളം റൈറ്റിംഗ്സും ഒക്കെ നമ്മൾ വായിക്കുകയും നമ്മൾ എന്താണ് അത് പ്രയോഗിക്കുകയൊക്കെ ഒക്കെ ചെയ്യുന്നത് അല്ലെ. എന്നാൽ നമ്മൾ എക്സാമിനൊക്കെ തയ്യാറെടുക്കുമ്പോഴൊക്കെ അറിയാം മലയാളം ലാംഗ്വേജസ് എടുത്തവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. BA മലയാളം എടുത്തവർക്കൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും. ആരെങ്കിലും ഉണ്ടോ BA മലയാളം? BA മലയാളം എടുത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ. ഉണ്ട് അല്ലെ ശിഖ? അല്ലെ ശിഖ? അറിയാം അല്ലെ? മലയാളം പഠിച്ചുകൊണ്ടല്ലേ അറിയാൻ പറ്റും അല്ലെ കുറെ കാര്യങ്ങളൊക്കെ? അറിയാം. മുൻവിനയച്ചം പേരച്ചം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പഠിക്കും അല്ലേ? ഗ്രാമർ പാർട്ടിൽ വരുന്നതാണ്. പിന്നെ സമാസങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. അതേപോലെ അത്രയ്ക്കൊന്നും എന്തിനില്ല, നമ്മുടെ ഇംഗ്ലീഷിനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടൊന്നും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പൊ ഗ്രാമർ എന്ന് പറയുന്നത് ജനറൽ റൂൾസ് ആണ് അല്ലെ. ഒരു റൂൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന കാര്യങ്ങൾ ഇന്നതുപോലെ തന്നെ പോണമെന്നുണ്ട് അല്ലെ. അതായത് എന്താണ് സിംഗുലറായിട്ടുള്ള ഒന്ന് വന്നു കഴിഞ്ഞാല് വെർബിന്റെ കൂടെ SOS ചേർക്കണം. പ്ലൂരൽ വന്നു കഴിഞ്ഞാല് വേണ്ട അല്ലെ. അങ്ങനെയുള്ള എന്താണ് പിന്നെ ഹാവ് വരുമ്പോൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ തന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചേർത്തിരിക്കണം. നിയമമാണ് അല്ലെ. അതാണ് ജനറൽ റൂൾസ് അല്ലെ. ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് അല്ലെ. ചില മാനേഴ്സ് ഉണ്ട്, രീതികൾ. അതാണ് മാനേഴ്സ് മോഡുലേറ്റ് അല്ലെ. അതിനനുസരിച്ച് ചെയ്യണം, മോഡുലേഷൻ ചെയ്യണം അല്ലെ. അതിന് അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ. എന്തിനനുസരിച്ചാണ് മോഡുലേറ്റ് ചെയ്യേണ്ടത്? അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ. എന്ത് കാരണം കൊണ്ടാണോ അത് മാറ്റേണ്ടി വന്നത്, അല്ലെങ്കിൽ എന്ത് കാരണമാണ് അവിടെ വേണ്ടിയിരുന്നത് ചെയ്യേണ്ടത്, ആ കാര്യങ്ങൾക്കനുസരിച്ച് മോഡുലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോഴുണ്ടാവുന്ന ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് അല്ലെ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ. General rules and manners, that is called grammar. Okay, grammar means general rules and manners. Okay, general rules and manners modulated കേട്ടണ്ട മോഡുലാർ കിച്ചണിലൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? മോഡേൺ സംഭവമാണ്. അതേപോലെ അതിന്റെ സ്പെല്ലിങ് അതിന്റെ സെയിം ആയിട്ടുള്ള മോഡുലേറ്റഡ് അക്കോർഡിംഗ് ടു റീസൺസ് അല്ലെ. റീസൺസിന് അനുസരിച്ച്, ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു റീസൺസ്, ദാറ്റ് ഈസ് കോൾഡ് ഗ്രാമർ. അതിനെയാണ് ഗ്രാമർ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ എല്ലാവരും?
ഓക്കെ എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Oh yes, yes, I will repeat. General rules. Okay, general rules ആണത്. General rules and manners. Okay, okay. ഞാൻ പറയാം, ഞാൻ എന്തായാലും മെസ്സേജ് ചെയ്തിടാം. ഓക്കെ, കിട്ടിയോ? മെസ്സേജ് ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. മെസ്സേജില് ഞാൻ ആതിക സയ്യിദ്, ഒന്ന് വായിച്ചേ. ആതിക സയ്യിദ്, സയ്യിദ് ആണല്ലേ? സയ്യിദ്. ആതിക ഒന്ന് വായിച്ചേ. ഇപ്പൊ ഞാൻ മെസ്സേജ് അയച്ചത് എന്താണ്? General rules and manners modulated according to reasons. എന്താണ്? ജനറൽ റൂൾസ് ആൻഡ് മാനേഴ്സ് Modulated according to reasons. മോഡുലേറ്റഡ്. എന്താണ് വായിക്കണ? Modulated according to reasons. according to reasons കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, യെസ്. ഓക്കെ അല്ല മാം, ഒന്നുകൂടി പറയോ? യെസ്, ഒന്നുകൂടി ജനറൽ റൂൾസ്. മെസ്സേജ് കണ്ടിരുന്നോ? ഇല്ല കണ്ടിരുന്നില്ല, അതാ. കണ്ടില്ല? കണ്ടില്ല. കുഴപ്പമില്ല. എന്താ കാണുന്നില്ല? മെസ്സേജ് പോയോ? മെസ്സേജ് ഇപ്പോ പക്ഷെ ഒന്നുകൂടി കിട്ടി. ഇടാം കേട്ടോ. ഒന്നുകൂടി ഞാൻ മെസ്സേജ് ചെയ്യാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഒന്നുകൂടി ഞാൻ മെസ്സേജ് ചെയ്യാം കേട്ടോ. മാം അത് മെസ്സേജിൽ എടുക്കുന്നുണ്ട്. മെസ്സേജിൽ ഇല്ലേ അവിടെ? അല്ല മാം, യെസ് മാം ഉണ്ട്. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. ജനറൽ rules and manners modulated according to reasons. General rules and manners modulated according to reasons. That is grammar. Okay, Manisha, mute your microphone. മാം, ഇത് ചിലർക്ക് അറിയാത്തതുകൊണ്ടാ തോന്നുന്നത്. ഫോണിന്റെ റൈറ്റ് സൈഡില് 3 ഡോട്ട് കാണാം. അതിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ കോൾ മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടച്ച് ചെയ്താൽ മെസ്സേജസ് കാണാം. അതിങ്ങനെ സ്ക്രോൾ ചെയ്താൽ കാണാം. മാമിന് ഇങ്ങനെ ബുദ്ധിമുട്ടാക്കണ്ട, ഒന്ന് ജസ്റ്റ് നോക്കൂ. മാം കണ്ടിന്യൂ. Yes. And the first one is we are going to study about in this grammar or basic grammar, basic section of in English, that is parts of speech. What is parts of speech? അടുത്ത ക്ലാസ്സിൽ വരും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എഴുതി കാണിച്ചോളാം കേട്ടോ. കേട്ടില്ലേ? ഇപ്പൊ ഒന്ന് കേട്ടിരുന്നാ മതി കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ബേസിക് ഗ്രാമർ സെക്ഷനിൽ വരുന്ന, അതായത് that is parts of speech is contemporary. It's a contemporary or traditional grammar. അപ്പോ parts of speech contemporary അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ട്രഡീഷണൽ മീൻസ് ആദ്യകാലം മുതലേ അല്ലേ? കണ്ടംപററി മീൻസ് സമകാലീനമായിട്ടുള്ളതാണ്. എപ്പോഴും നമ്മള്
നമ്മൾക്ക് അത് ഒഴിവാക്കിക്കൊണ്ട് എന്താണ് ഒരിക്കലും ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. വി കാൻറ്റ് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. വി കാൻറ്റ് ഗെറ്റ് റിഡ് ഓഫ് ദാറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ദാറ്റ് ഈസ് നോട്ട് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ the English grammar not situated avoiding of that parts of speech. With avoiding that parts of speech, there is no existence of English grammar. English grammar ഈ ബേസിക് ഗ്രാമർ ആയിട്ടുള്ള പാർട്സ് ഓഫ് സ്പീച്ച് ഒഴിവാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തിന് എക്സിസ്റ്റൻസ് ഇല്ല? എന്തിന് എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല? ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്നതിന് that's now existence. Okay, and this parts of speech is distinguished in 8 categories. 8 category ആയിട്ടാണ് എന്തിനെ വേർതിരിച്ചിരിക്കുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് വേർതിരിച്ചിരിക്കുന്നത്. someone disturbance, who is that? ഞാൻ വീണ്ടും പറയുകയാണ്, ആരും ആർക്കും ശല്യമാകാൻ പാടില്ല. കേട്ടില്ലേ? എന്റെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണെന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. ആൻഡ് this parts of speech is distinguished in 8 categories. 8 categories ആയിട്ടാണ് ഇതിനെ വിഭാഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഈസ് noun. Noun means നാമം. And second is pronoun, സർവനാമം. And third is adjective, നാമവിശേഷണം. And fourth is verb, ക്രിയ. And fifth is adverb, ക്രിയാവിശേഷം. And sixth is preposition, ഗദ്യവാക്യങ്ങൾ. And conjunction, കൂട്ടിച്ചേരാൻ വേണ്ടി അല്ലെ, രണ്ട് വാക്കുകൾക്ക് എന്താണ് സെന്റൻസ് തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൺജങ്ഷൻസ്. ഇന്റർജങ്ഷൻസ്, അലാസ് അത്ഭുതങ്ങള് അല്ലെങ്കിൽ ആശ്ചര്യവാക്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ ആയിട്ടുള്ളതാണ് ഇന്റർജങ്ഷൻസ്. ഇങ്ങനെ 8 കാറ്റഗറീസിൽ ഉണ്ടെങ്കിലും ആൻഡ് there is another property of this parts of speech. 9th one is also existing. There is a article of determinant. ഇവിടെ yes പറയാം കേട്ടോ, സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ. ഓക്കെ, noun നാമം, pronoun സർവനാമം, adjective നാമവിശേഷണം, verb ക്രിയ, adverb ക്രിയാവിശേഷണം, കൺജങ്ഷൻ വാക്കുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കുന്നത്, ആൻഡ് ബിറ്റ്വീൻ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കാറുണ്ട്. ഇന്റർജെക്ഷൻ മീൻസ് അലാസ് അത്ഭുതങ്ങളൊക്കെ എന്താണ് അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആശ്ചര്യവാക്യങ്ങള് ഇതെല്ലാം ഉണ്ട്. ഇതിന്റെ കൂടെ 9th വണ്ണായിട്ട് മറ്റൊന്നു കൂടി വരുന്നുണ്ട്. അതാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനർ എന്ന് പറയുന്നത്. അതായത് എ ആൻഡ് ദ ഇതൊക്കെ ആർട്ടിക്കിൾ ആണ് അല്ലേ, അല്ലെങ്കിൽ ഡിറ്റർമിനർ എന്ന പേര് വിളിക്കാണ്. ഓക്കെ ആയോ? കിട്ടിയില്ല മാം, ഒന്നും കൂടി കിട്ടിയില്ല. റംല തീർച്ചയായിട്ടും ഞാൻ അടുത്ത ക്ലാസ്സില് എന്തായാലും നിങ്ങൾക്ക് എഴുതിയപ്പോ കാണിച്ചിരിക്കുന്നവര് അപ്പൊ എന്തായാലും കിട്ടിയിരിക്കും. ഓക്കെ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ അത് കിട്ടിയില്ല എന്ന് വരും. അടുത്ത ക്ലാസ്സിൽ നമ്മളത് ക്ലിയർ ചെയ്യും. ഇപ്പൊ ഒന്ന് കേട്ടിരിക്കും കേട്ടോ റംല. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടിരുന്നാ മതി. കേട്ടില്ലേ? അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടി എടുത്തു തന്നോളാം കേട്ടോ. അപ്പൊ ആദ്യം നൗൺ ആണ് വരുന്നത്, പിന്നീട് വരുന്നത് പ്രോനൗൺ ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് അഡ്ജക്റ്റീവ് ആണ്, അത് കഴിഞ്ഞിട്ട് വെർബാണ് വരുന്നത്, അതിനുശേഷം വരുന്നത് ആഡ്വർബ് ആണ്, അതിനുശേഷം വരുന്നത് പ്രപ്പോസിഷൻ ആണ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് കൺജങ്ഷൻ ആണ്, അത് കഴിഞ്ഞ് വരുന്നത് ഇന്റർജെക്ഷൻ ആണ്. ഇത് കൂടാതെ 9th വണ്ണായിട്ടുള്ള ഒന്നുകൂടിയുണ്ട് ഇവിടെ, ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഡിറ്റർമിനന്റ്. ഇത്രയും കാര്യങ്ങള് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ ഇല്ലേ?
ഓക്കെ. സിക്സ്ത് പ്രപ്പോസിഷൻ കേട്ടോ. പ്രപ്പോസിഷൻ. നൗൺ, pronoun, adjective, verb, adverb, preposition, conjunction, injunction, articles. ആർട്ടിക്കിൾസ് Ninth one. ടെർമിനൽ. അത് നയൻത്ത് ആയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇത് പഠിക്കും. അത് ഇപ്പോ വാട്സ്ആപ്പ് സ്പീച്ചില് 8 കാറ്റഗറീസ് ആണ് പറയുന്നുള്ളെങ്കിലും 9th one എന്ന് പറയുന്നത് ഇതാണെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ റംല. 8th one, 8th injunction എന്നാണ്. എന്താ അത്? Injections. എന്റെ റംലത്ത ഒന്ന് അമ്യൂട്ട് മൈക്ക് ഓഫ് ചെയ്യോ? മാം അടുത്ത ക്ലാസ്സിൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ. അവനവന് അത്രക്ക് സംശയം ഉണ്ടെങ്കിൽ മാത്രം മൈക്ക് എന്ത് ചെയ്യാം? അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇനി എന്താണ് നൗൺ എന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്ന ആള് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ. ജിൻസി ഷിജോ. ജിൻസി ഷിജു എവിടെ? ആളെവിടെ പോയി? ജിൻസിയെ എവിടെ? ജിൻസി എന്താണ് ജിൻസി നൗൺ എന്ന് പറഞ്ഞത്? ജിൻസിക്ക് അറിയാവുന്ന ഭാഷ. എന്തിന്റെങ്കിലും പേരായ ശബ്ദത്തെ. എന്താണ് ജിൻസി പറഞ്ഞേ? ജിൻസിക്ക് അറിയാവുന്നത് പറഞ്ഞോളൂ. നെയിം മാം, നെയിം. നെയിം. ഓക്കെ. A name of place, name of a country, name of a thing, animal, feelings or ideas അല്ലെ? ഇതെല്ലാം ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? നൗൺ എന്ന്. ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ഒരു ആനിമൽ ആയിക്കോട്ടെ, ഒരു തിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഒരു പ്ലേസ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ ഡിനോട്ട് ചെയ്യപ്പെടുന്നത് എന്തിലാണ്? നൗൺ അല്ലെ? നൗൺ ആയിട്ടാണ് ഡിനോട്ട് ചെയ്യപ്പെടുന്നത്. Here the girl sat on a chair. The girl ശ്രദ്ധിച്ചിരിക്കാട്ടോ. The girl sat on a chair. The girl sat on a chair. ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതില് ആൻഡ് വേണ്ടി ഇതിനകത്ത് ഏതാണ് നൗൺ ആയിട്ട് വരുന്നത്? ഞാൻ പറഞ്ഞു അല്ലെ, ഒരു വ്യക്തിയുടെ പേരോ സ്ഥലത്തിന്റെ പേരോ ഒരു വസ്തുവിന്റെ പേരോ ഒരു മൃഗത്തിന്റെ പേരോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ഫീലിങ്സോ ഐഡിയാസോ എല്ലാം തന്നെ നൗൺ ആണെന്ന് പറഞ്ഞു അല്ലെ ആൻഡ് മേരി? യെസ് മാം. ഞാൻ തന്നിരിക്കുന്ന ഇത് കണ്ടോ? ദ ഗേൾ സാറ്റ് ഓൺ എ ചെയർ എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ അവിടെ തന്നു അല്ലെ? ഇതിനകത്ത് നൗൺ ഏതൊക്കെയാണ്? ചെയർ. ചെയർ നൗണാ. പിന്നെ ഗേൾ. ഗേൾ അല്ലേ? വെരി ഗുഡ്. താങ്ക് യു. അപ്പോ ഗേളും ചെയറും എന്ന് പറയുന്നത് ഇവിടെ നൗൺ ഫോമുകളാണ് അല്ലെ? ജയ ഈസ് റീഡിങ് എ ബുക്ക്. ജയ ഈസ് റീഡിങ് എ ബുക്ക്. അഞ്ജന. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ജയ ഈസ് റീഡിങ് എ ബുക്ക്. ഇതിനകത്ത് നൗൺസ് ഏതൊക്കെയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തേ. ജയ ആൻഡ് ബുക്ക്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ
ഷഹാന മനസ്സിലായോ? ഷഹാന മനസ്സിലായി. മനസ്സിലായോ അല്ലേ? അപ്പൊ ഇതാണ് നൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യ എന്താ ഒരു നൗൺ ഫോം ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു കൺട്രിയുടെ പേരല്ലേ, രാജ്യത്തിന്റെ പേരായതുകൊണ്ട് ഇന്ത്യ എന്താണ് നൗൺ ഫോം ആണ്. ഇനി മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. മായ, എന്റെ സെന്റൻസ് നന്നായിട്ട് കേൾക്കുക. മായ ഈസ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. സ്പീക്കിംഗ് അല്ല, മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ കേട്ടോ. അനുഷ 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 യെസ് മാം. പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞ സെന്റൻസ് ശ്രദ്ധിച്ചോ? കേട്ടു. ഇതൊക്കെ പറയും. മായ മായ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഓക്കെ, പറഞ്ഞോളൂ. അതിനകത്ത് ഏതൊക്കെയാണ് നൗൺ? മായ ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അത്രയും മനസ്സിലായല്ലോ നൗൺ ഫോമിൽ ഏതൊക്കെയാണെന്ന് എല്ലാവർക്കും. മനസ്സിലായവരൊക്കെ ഒന്ന് മനസ്സിലായെങ്കില് എന്താന്ന് വെച്ചാൽ മോദിസോ ഹാൻഡ് റൈസിങ്ങോ എന്താന്ന് വെച്ചാൽ ഇട്ടോളൂ. ബാക്കി ഞാൻ അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്തേയില്ല അല്ലേ? മായ ഇംഗ്ലീഷ് വെൽ. അതില് മായ എന്ന് പറയുന്നത് റംല, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക, മ്യൂട്ട് ചെയ്യുക. മായ എന്ന് പറയുന്നത് നൗൺ ഫോം ആണ്, അതായത് ഒരു വ്യക്തിയുടെ പേരാണ് അല്ലെ. അപ്പൊ മായ എന്ത് തന്നെയാണ്? നൗൺ ആണ് അല്ലെ. സ്പീക്സ് ഇംഗ്ലീഷ് വെൽ അല്ലെ. അത് ലാംഗ്വേജ് ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, അതിന്റെ ഒക്കെ എന്താണ്, അതൊക്കെ നൗൺ തന്നെയാണ്. അപ്പൊ ഇംഗ്ലീഷ് എന്ത് തന്നെയാണ്? നൗൺ ആണ്. ഓക്കെ ആയോ? ഡൗട്ട് ക്ലിയർ ആയി? ഓക്കെ അല്ലേ? ഇംഗ്ലീഷ് എന്ന് പറയുന്നത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടോ? ഒരു സെന്റൻസിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും വെറും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുന്നാറുണ്ടോ നിങ്ങൾക്ക്? എന്ത് ഹർഷ? ഹർഷ ഹലോ മാം. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് എന്ന് ചേർത്തൊന്ന് വിചാരിക്കും. ഇവ തമ്മിൽ വല്ല അർത്ഥ വ്യത്യാസം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. English means it's a name of a language. The English thing means the English people. Okay, very good. കേട്ടോ? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പീപ്പിളിനെയാണ് ഇംഗ്ലീഷ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് നമുക്ക് കാണാം കേട്ടോ. മീറ്റ് അഗെയിൻ. അപ്പൊ ഇതേ എണ്ണത്തോടുകൂടി തന്നെ എല്ലാവരും എന്ത് ചെയ്യാം, ആ ക്ലാസ്സിലും ഇരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതേപോലെ എന്ത് ചെയ്യാം, ഓരോ കാര്യങ്ങൾ നിങ്ങൾ തന്നത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയാണെന്നുള്ളതാണ്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ളത് കൂടി നിങ്ങൾക്ക് Okay, ma'am. Thank you. Okay, we will meet again. Thank you, ma'am. Thank you, ma'am. Okay. Thank you, ma'am. Okay. Thank you, ma'am.